പണ്ഡിതന്മാർ ഇന്ന നമ്പർ ഹദീസിൽ പറഞ്ഞ മാതിരി പ്രവർത്തിച്ചോ? അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞ മാതിരി നടന്നൊന്നല്ല ചോദിക്കുക. നബിസ്വല്ലല്ലാഹു തന്നെ പറയാണ്, എന്റെ ഖുർആനിൽ പറഞ്ഞ മാതിരി സൂറ ആൽ ഇംറാൻ, സൂറ നിസാ ഇന്ന സൂക്തത്തിൽ പറഞ്ഞ മാതിരി നീ പ്രവർത്തിച്ചോ എന്നാണ് ചോദിക്കാൻ നബിസ്വല്ലല്ലാഹു തന്നെ പറയാണ്. കണ്ടോ? അവ പറയണെന്താ? നാളെ പരലോകത്ത് പടച്ചോന് മുന്നിൽ ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കണെന്താ? ഹദീസിൽ കണ്ട പോലെ പ്രവർത്തിച്ചോന്നല്ല, ബുഖാരി പറഞ്ഞ പോലെ പ്രവർത്തിച്ചോന്നല്ല, നേരെ മറിച്ച് ആൽ ഇംറാനിൽ കണ്ട പോലെ പ്രവർത്തിച്ചോ, അതുപോലെ തന്നെ പിന്നെ ബഖറയെ കണ്ട പോലെ പ്രവർത്തിച്ചോ, ബുഖാരി കണ്ടതുപോലെ പ്രവർത്തിച്ചോ എന്ന് അള്ളാഹ് ചോദിക്കൂല. എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ ഇത് പറയുന്നത്? ഖുർആൻ അത് സ്വീകരിക്കുക സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമുള്ളതെന്ന് മാത്രമല്ല അദ്ദേഹം പ്രസംഗത്തിനിടെ പറയാണ്, അതിപ്പോ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടാനില്ലാതെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെ കേട്ടോളൂ. അപ്പൊ ഒന്നാമത് ഖുർആൻ തന്നെ പ്രശംസിച്ചത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് തന്നെയാണ്. രണ്ടാമത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ സൂറത്ത് ഹിജ്റിൽ അല്ലാഹ് പറഞ്ഞു, ഈ വേദഗ്രന്ഥത്തെ ഞാനാണ് അവതരിപ്പിച്ചത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഡിമാൻഡ് ഒരിക്കലും ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് ഖുർആൻ നൽകിയിട്ടില്ല. കണ്ടോ? അപ്പൊ ഖുർആനെ കുറിച്ച് മാത്രമേ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുള്ളൂ. ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരിക്കലും സംരക്ഷണം പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ അത് സംരക്ഷിച്ചത്? ഹദീസുകളെ പിന്നെ എങ്ങനെ സംരക്ഷിച്ചത്? ആ സംരക്ഷണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ അന്ന വാചകത്തിന്റെ ആയത്തിന്റെ പരിധിയിൽ പെടില്ലേ? പെടുമെന്നാണ് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത്. ഹദീസ് വിശാരദന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ച കാര്യമാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആനെ നാം സംരക്ഷിക്കും, ആ ഖുർആനെ നാം സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിൽ ഹദീസിന്റെ സംരക്ഷണവും ഉൾപ്പെടുന്നുണ്ട്, ഉൾച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ, ആ ഹദീസുകൾ ഇന്ന് ലോകത്തുണ്ട്. പലതും മൗദൂആണ്, ചിലത് ലഈഫാണ്, ചിലത് ഹസനാണ്, ചിലത് സഹീഹാണ്, ചിലത് അസഹാണ്, ചിലത് മുതവാത്തിറാണ്. അസഹിന് അസഹായും സഹീഹിന് സഹീഹായും മുതവാത്തിറിന് മുതവാത്തിറായും അതുപോലെ തന്നെ ലഈഫിന് ലഈഫായും മൗദൂഇന് മൗദൂആയും തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലാഹു ഹദീസ് രംഗത്ത് ഏർപ്പെടുത്തിയ സംരക്ഷണം കൊണ്ടാണ്. ലോകത്ത് അതുപോലെ നിലനിൽക്കുന്നൊരു ശാഖ ഇല്ല. പക്ഷെ ഹദീസ് സംരക്ഷിക്കണം എന്ന് അല്ലാഹ് ഏറ്റിട്ടില്ല. അല്ലാഹ് സംരക്ഷിക്കുന്ന ഏറ്റിട്ടില്ല, ഖുർആൻ സംരക്ഷിക്കുന്ന അല്ലാഹ് ഏറ്റിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിച്ച കാര്യം അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏകകണ്ഠമായി അവർ അംഗീകരിച്ച കിതാബാണ് സഹീഹുൽ ബുഖാരി. ആ ബുഖാരിൽ പോലും 60-ലധികം ഹദീസ് ദുർബലാക്കിയിട്ടുണ്ട്. ഞാന് ആര്? ഈ മനുഷ്യൻ ദുർബലാക്കിയിട്ടുണ്ട്. ഞാൻ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ, കേട്ടോളൂ. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അഭിപ്രായത്തിൽ ഇതന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയലാതെ കൂട്ടം ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? കണ്ടോ? ഞാൻ ഹദീസ് ലൈഫാക്കിയിട്ട് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്ത് സുന്നത്താ നഷ്ടപ്പെട്ടത് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്ത് സുന്നത്ത് നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടില്ല. ശരിയാണ്, മുജാഹിദികൾക്കൊരു സുന്നത്ത് നഷ്ടപ്പെട്ടില്ല. കാര്യം മൂപ്പര് ലൈഫാക്കി നമ്മൾ സ്വീകരിച്ചിട്ടില്ല. നമ്മളത് സ്വീകരിച്ചാൽ നമുക്കതിൽ നഷ്ടപ്പെടുള്ളൂ. നമ്മളത് സ്വീകരിച്ചിട്ടില്ല. മൂപ്പര് 60 ഹദീസുകളെ ദുർബലാക്കിയ ആളാണ്. ഇത് പറയുമ്പോൾ ചിലർക്ക് ഒറ്റ ഹദീസ് എന്തോ ദുർബലാക്ക് വെറുതെ പറയണല്ലേ എന്നാ. ഒറ്റ ഹദീസ് ദുർബലാക്കിയത് കാണിക്കാൻ പോകുന്ന ഇപ്പോ ചില ആളുകൾ ചോദിക്കണത്. പ്രമാണങ്ങളിൽ നിന്ന് അകന്ന മോനെ ഒരു രക്ഷയില്ല. എത്ര വലിയ കൊമ്പനാണെങ്കിലും എത്ര വലിയ ശൈഖാണെങ്കിലും അവൻ നിലംപതിക്കുമെന്ന കാര്യത്തിൽ തർക്കില്ല. ഒരൊറ്റ ഹദീസ് ഉണ്ടോന്നാ. ബുഖാരി മാത്രമല്ല, ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്താൽ അതിനാണ് ഏറ്റവും അധികം ഹദീസ് സ്വീകരിക്കുന്നതിൽ ഏറ്റവും അത്യുന്നതമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായത് ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അത് കഴിഞ്ഞ ബുഖാരിയുടെ ഹദീസിന്റെ സ്ഥാനം, പിന്നെയാണ് മുസ്ലിമിന്റെ ഹദീസിന്റെ സ്ഥാനം. ഇത് ഇസ്ലാമിക ലോകം ഐക്യകണ്ഠയിൽ അംഗീകരിച്ചതാണെങ്കിൽ ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ വശൈത്താനു യമസ്സുഹു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഹൻ മിൻ മസ്സി ശൈത്താൻ ഇയ്യാഹു ഇല്ലാ മറിയമു ഇബ്നഹാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരു കുട്ടിയും ലോകത്ത് ജനിക്കുന്നില്ല, ആ കുട്ടി ജനിക്കുമ്പോൾ പിശാച് അതിനെ സ്പർശിച്ചിട്ടല്ലാതെ, എന്നിട്ട് ആ കുട്ടി ആ പിശാചിന്റെ കുത്തേറ്റുകൊണ്ട് അലമുറയിട്ട് കരയുമെന്നാണ്. ഇല്ല മറിയമോബിനഹ, മറിയമിന്റെ പുത്രനുമല്ലാത്ത മുഴുവൻ മക്കൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ. മറിയം ബീവിക്ക് അത് ഉണ്ടായിട്ടില്ല, മറിയമിന്റെ പുത്രൻ ഉണ്ടായിട്ടില്ല. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ട് ആ ഹദീസിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ. എന്താ അദ്ദേഹം പറയുന്നത്? സഹിയായി തന്നെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞെന്നറിയോ? അതായത് കുട്ടികൾ പ്രസവിക്കുമ്പോൾ കരയാനുള്ള കാര്യം ശാസ്ത്രം ശരിക്കും നിർവഹിച്ചിട്ടുണ്ട്. ശാസ്ത്രം പറയുന്ന കുട്ടികൾ പ്രസവിക്കുമെന്നുള്ള കാര്യങ്ങളെന്ന് അത് 2-3 കാരണം. ഒന്ന്, നമ്മൾ മാതാവിന്റെ ഗർഭപാത്രം സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ഈ വായ മൂക്കൊക്കെ ശൂന്യമായിട്ട് കിടക്കുക, വായുല്ല. പുറത്തേക്ക് വരുന്ന സമയത്ത് വായു അടിച്ചു കയറുകയാണ്, വായിലേക്കും മൂക്കിലേക്കൊക്കെ. പിന്നെ കണ്ണിലേക്ക് പ്രകാശം ഉണ്ടാകുകയാണ്, അനുഭവപ്പെടുകയാണ്. ഈ കാരണത്താൽ കുട്ടി കരിയാണ് എന്നാ. അപ്പൊ അതൊരു ശല്യാണ്. അപ്പൊ ആ ശല്യത്തെ എന്താണ് പിശാച് കുട്ടിനോട് ഭമിച്ച് അതിന് 100 കണക്കിന് സംഭവം ഖുർആനിലെ ഹദീസിലെ സമ്മാദികളെ ശൈത്താൻ പ്രയോഗിച്ചതൊക്കെ എത്ര സംഭവമുണ്ട്. റൂസ് ഷയാത്തി എന്ന് പറഞ്ഞ് അവിടെ ഭൂരിപക്ഷം മുഫസ്സിരികളെ ചില ചെടിയാണ് എന്നാ. റൂസ് ഷയാത്തി എന്നാണ് ഭൂരിപക്ഷം മുഫസ്സിരിങ്ങൾ. അതിലൊരു കൂട്ടരെ ചില സർപ്പാണെന്ന ശൈത്താൻ ഉദ്ദേശിച്ചത്. അതിനെ ശൈത്താൻ ഖുർആൻ പ്രയോഗിച്ചത്. അങ്ങനെ എത്രയോ സ്ഥലത്ത് പലതിനും തമ്മാടികൾക്ക് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ശൈത്താനുള്ളത്. അതുപോലെ പ്രയോഗമാണെന്ന് അർത്ഥം. മറിയം ബീബി അലൈഹി ഇസ്ലാമിനും പിന്നെന്താണ് ഈസാ നബിക്കും എന്താണ് ആ ശല്യം അവ ചെയ്യിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ട് കാര്യമില്ല, അത് പിശാചിലേക്ക് ചേർത്തിയത് മാത്രമേ ഉള്ളൂ. ഇത് സംഭവം എന്താണ് ശഹിയാണെങ്കിൽ തന്നെ. അതേ സന്ദർഭത്തിൽ ഈ ഹദീസിലെ ഇമാം റാസി, അതുപോലെ ഇമാം സമഖ്ശരി, ഖത്താബി, ഇവരൊക്കെ ഇതിനെ എതിർത്ത്, ഈ ഖാദിയ ഒക്കെ എതിർത്ത് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, ഇതിന്റെ മത്തിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് വിശ്വസിച്ച് ഞാനല്ല പറയുന്ന കേട്ടോ. ഈ പല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ റിപ്പോർട്ടിന് കുഴപ്പമുണ്ട് എന്നാണ്. കണ്ടോ? അപ്പൊ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച അതിനെ കുറിച്ച് ഊപ്പര് ചർച്ചയോ തുടങ്ങണ തന്നെ ഇത് സഹിഹാണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മൂക്കിലേക്ക് ഇടിച്ചു കയറും എന്ത് വായു. അതിനുദ്ദേശിച്ചാണ് ശൈത്താൻ എന്ന് പറഞ്ഞത് എന്ന്. അപ്പോ ഈസാ നബി ജനിച്ചപ്പോ വായു ഇടിച്ചു കയറിയില്ലേ? മറിയം ബീവി ജനിച്ചപ്പോ വായു ഇടിച്ചു കയറിയില്ലേ? അവരൊക്കെ ശ്വസിക്കാതെ ജീവിച്ച മനുഷ്യന്മാരാ ആണോ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്. സഹിയാണെങ്കിൽ തന്നെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെടുക്കണം? സഹി അല്ലാന്ന് തീരുമാനിക്കണം. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരു ഉദാഹരണം, ഒരു സാമ്പിൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.